അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കബാബാണ്. നമ്മൾ ശരിക്കും കബാബിൻ്റെ മാരിനേഷനൊക്കെ ചെയ്യുന്നൊന്നും കാണിച്ചിട്ടില്ല. എങ്കിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ ശരിക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ, ടെർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഗരം മസാല ഇതിൻ്റെ താടി ചെയ്തിട്ടുണ്ട്, ലെമൺ ജ്യൂസ്, സോൾട്ട്, ഇത്ര സാധനം കൂടി മാരിനേറ്റ് ചെയ്ത് ഹാഫ് ആൻ അവർ വെച്ചിട്ടാണ് ഈ സ്റ്റേക്കിലേക്ക് കൂത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കളർഫുൾ ആകാൻ വേണ്ടി നമ്മൾ ഇതിലേക്ക് ഓണിയനെ ഒരു 3 കളറുള്ള ക്യാപ്സിക്കം, കൈൻഡ് ഓഫ് ക്യാപ്സിക്കമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്, ഗ്രീന്, റെഡ്, യെല്ലോ. അതിനിടയ്ക്ക് ചിക്കൻ ക്യാപ്സിക്കം അങ്ങനെ മാറി മാറിയായിട്ട് ഇത് സ്റ്റേക്കിൽ കുത്തി വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ പിന്നെ റെഡിഷ് കളറായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ കൂടുതലായിട്ടൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ശരിക്കും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്, ബ്ലാക്ക് പെപ്പർ, ലെമൺ ജ്യൂസ്, സോൾട്ട്, ഇത്ര കൊണ്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും ബാർബിക്യൂ ആണ് ചെയ്യേണ്ടത്. ബാർബിക്യൂ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുറത്ത് നല്ല തണുപ്പാണ്, ഇപ്പം നല്ല തലവേദന എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് പുറത്തോട്ട് ആ തണുപ്പ് കൂടെ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ എഴുന്നേക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് പോയത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പാനിൽ വെച്ചൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ. അതിലേ നമ്മുടെ പാൻ കൂടെ എടുത്ത് വെച്ചു. നമ്മളെന്തായാലും പാനൊന്ന് ചൂടായി വരട്ടെ, അങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളൂ. ആ പാനൊന്ന് ചൂടായി വരാൻ നമുക്ക് ഒരല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഏത് ഓയിലും നമുക്ക്, അതിന് ഇന്ന ഓയിലൊന്നുമില്ല. നിങ്ങൾക്കിപ്പം കോക്കനട്ട് ഓയിലാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഓപ്ഷനില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നമുക്ക് ഒരല്പം ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ചൂടായിട്ടുണ്ട് അല്ലേ. നമുക്കിതൊന്ന് ഇതിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം അല്ലേ. തരുണേ, എനിക്ക് ആ കവറൊന്നും എടുത്തിട്ടാവട്ടെ. അതിൽ നമ്മൾ ഒലിവ് ഓയിൽ ഇട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് കപ്പിയും നിറച്ച് ഇരിക്കാൻ വന്നു. അതിലേ അതൊന്ന് തുറന്നു നോക്കി. നമ്മൾ ഏകദേശം അതൊന്ന് കുക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ഒന്ന് തിരിച്ചു വെച്ച് കൊടുത്തേ.
നമ്മുടെ ബാക്കിയുള്ള ഒരു സാധനം നമ്മളെ ഡബിൾ പാനാണ്. അതായത് രണ്ട് സൈഡിലും ഇത് ചെയ്യുന്നതാണ്. നമുക്ക് ശരിക്കും ഒരു സൈഡ് കുക്കായി കഴിയുമ്പോൾ ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അടച്ചു വെച്ച് വെച്ചിരിക്കാം. പെട്ടെന്ന് നമുക്ക് സ്റ്റീമും ആ ഒരു ഗ്രില്ലും ഇടാം. ആ രണ്ട് ടൈപ്പ് കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് തിരിച്ചിടാം. ഇതിലെ ഒരു സൈഡ് ഏകദേശം ഒന്ന് കുക്കായി വന്നിരിക്കുക. അപ്പോൾ നമ്മളതൊന്ന് ടേൺ ചെയ്തിട്ടിരിക്കുകയാണ്. ഇവിടെ ഏകദേശം ഒന്ന് നമ്മൾ നേരത്തെ വെച്ചിരുന്നതാണ്. ഏകദേശം ഒരു കുക്കായിരിക്കുക. അതാ No, we go to Tilak. Tilak. Tilak room. May bathroom. All karam. This one karam. തുറന്ന് നോക്കാം കേട്ടോ. ഇത് കുക്കായിട്ടുണ്ട്. അവരോടെ അന്ന് നമ്മുടെ ആ കബാബിൻ്റെ എടുത്തോ. നമുക്ക് ആ കബാബ് കുക്കായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടായിട്ടുള്ള കബാബാണ്. ഓക്കെ, ആ വാ. അതല്ല അതിൻ്റെ അകത്ത് വെച്ച് ചുരുട്ടണമെന്നോ ഫുള്ളാട്ടോ. ആ ഇവിടെ ഇത് ആ മയോണൈസും ആ കെച്ചപ്പൊടി എടുത്തു. അങ്ങനെ കെച്ചപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ.
സ്പൈസി ഒന്നുമില്ല, ഒരു നോർമൽ ഇതാണ്. നമ്മളിത് കഴിച്ചോണ്ടിരിക്കുക, ക്യാമറാമാൻ അവിടെ നിന്ന് ചോദിക്കുക എന്ത് ചെയ്യുന്ന. ക്യാമറമാനും കൂടെ ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് വെക്കാം. Super. ക്യാമറമാൻ അപ്പൊ നിങ്ങളെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായം എൻ്റെ കമന്റ്സ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തുടർന്ന് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ, പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടല്ലോ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. വ്യത്യസ്തമായ ഒരു പുതിയ രുചിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Bye.